ടോക്സ് വിത്ത് രമണ മഹർഷി സംഭാഷണം 16 19 ജനുവരി 1935. ശ്രീ ഗ്രാൻഡഫ് എന്ന കുലീനനായ പാശ്ചാത്യന് 70 വയസ്സോളം പ്രായമുണ്ട്. മദ്രാസിലെ മുൻ ഗവർണറുടെ ഭാഗിനേയനാണ് അദ്ദേഹം. കവിയും എഴുത്തുകാരനുമായ അദ്ദേഹം ഏഥൻസ്, പാരീസ്, ഹേഗ് എന്നിവിടങ്ങളിലെ ബ്രിട്ടീഷ് പ്രതിനിധി മന്ദിരങ്ങളിൽ ജോലി ചെയ്തിരുന്നു. മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ടാണ് അദ്ദേഹം മദ്രാസിലിപ്പോൾ താമസിക്കുന്നത്. പോൾ ബ്രണ്ടൻ്റെ പരിചയക്കത്തോടുകൂടി അദ്ദേഹം മഹർഷിയെ കാണാൻ വന്നു. അടുത്ത ദിവസം വീണ്ടും വന്ന് ഏകദേശം 1 മണിക്കൂർ ഹാളിൽ ചിലവഴിച്ചു. 2 ദിവസവും സംഭാഷണമൊന്നും നടന്നില്ല. മഹർഷിയും അദ്ദേഹവും പരസ്പരം നോക്കിയെന്നു മാത്രം. അദ്ദേഹത്തിൻ്റെ ശീലങ്ങളിലെല്ലാം ഒരു മിതത്വമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിവരെ അദ്ദേഹം ഒന്നും കഴിക്കാറില്ല. പിന്നെ ഊണ് കഴിക്കും. വൈകുന്നേരം ചായയും ബിസ്ക്കറ്റും കഴിക്കും. രാത്രിയിൽ ഒന്നും കഴിക്കാതെ തൻ്റെ മുറിയിലേക്ക് മടങ്ങും. അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല. ഭക്ഷണത്തിന് മുമ്പായി ദിനവും ഏതാനും മൈൽ നടക്കും. മിതഭാഷിയായ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ലളിതസുന്ദരമായിരുന്നു. സ്വരം താണതും മൃദുവുമായിരുന്നു. വാക്കുകൾ ഹൃദയത്തിൽ നിന്നും പൊന്തി വരുന്നതുപോലെ തോന്നും. പരേതനായ സർ ജോൺ വുഡ്രോഫ്, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സംസ്കൃതം പ്രൊഫസറായ തോമസ് എന്നിവർ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിൽപ്പെടുന്നു. വേദം ചൊല്ലി കേൾക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. തിങ്കളാഴ്ച റിഗയുടെ ഒരെഴുത്തു വന്നു. പരേതാത്മാക്കളുടെ അസ്തിത്വത്തെക്കുറിച്ചും അവരെ എങ്ങനെയാണ് സേവിക്കേണ്ടതെന്നും ഈ പാശ്ചാത്യനായ അതിഥി ചോദിച്ച ചോദ്യങ്ങളുമായി സാമ്യമുള്ളതായിരുന്നു ആ കത്തിലെ ചോദ്യങ്ങൾ. റിഗയ്ക്കയച്ച മറുപടി ശ്രീ ഗ്രാൻഡഫിനെ വായിച്ചു കേൾപ്പിച്ചു. മഹർഷിയുടെ ഉള്ളത് 40 ശ്ലോകങ്ങളും വേദമന്ത്രങ്ങളും അദ്ദേഹം ഇരിക്കെ പാരായണം ചെയ്യപ്പെട്ടു. ചൊല്ലിക്കേട്ടതെല്ലാം അതിഗംഭീരമായിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്ത ദിവസം വൈകുന്നേരം വന്നപ്പോൾ അവിടെയുള്ളവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തനിക്ക് തലേന്ന് രാത്രിയുണ്ടായ ഒരനുഭവം അദ്ദേഹം മഹർഷിയോട് പറഞ്ഞു. തൻ്റെ ഉള്ളിൽ വലതുഭാഗത്തായി ഹൃദയമധ്യത്തിൽ വിദ്യുത് പ്രകാശം പോലെ ഒന്ന് കണ്ടു. അതിനകത്ത് സൂര്യൻ പ്രകാശിക്കുന്നുണ്ടായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹർഷി പുഞ്ചിരിച്ചു. എന്നിട്ട് ആത്മവിദ്യയുടെ ഒരു വിവർത്തനം ഒരാളെ കൊണ്ട് അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചു. അതിൽ സംക്ഷിപ്തമായി ആത്മാവിൽ എത്തിച്ചേർന്ന് സാക്ഷാത്കാരം നേടുന്നതിനെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. ബോധത്തിൻ്റെ വിസ്താരത്തിൽ നിന്നും ചിത്വ്യോമൻ വ്യതിരിക്തമാണ് മനസ്സ്. മനസ്സ് ചിത്തവ്യോമത്തിൻ്റെ വികാസമാണ്. ഈ വിവരണം അദ്ദേഹത്തിന് സ്വീകാര്യമായി. അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് പറയുന്ന വേളയിൽ മഹർഷി ഇങ്ങനെ പ്രസ്താവിച്ചു. 70 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധൻ തൻ്റെ സമ്പാദ്യവുമായി സ്വഗൃഹത്തിൽ ശാന്തനായി താമസിക്കാത്തതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത എത്ര തീവ്രം! സ്വദേശം വിട്ട് 6000 മൈലുകളോളം കടൽയാത്ര ചെയ്യാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ഒരു വിദേശ രാജ്യത്ത് അവിടുത്തെ ഭാഷയറിയാതെ നീണ്ട തീവണ്ടി യാത്രയുടെ ക്ലേശങ്ങൾ നേരിട്ടിരിക്കുന്നു. ഈ ചൂട് കാലാവസ്ഥയിൽ തനിക്ക് അപരിചിതമായ ഒട്ടും യോജിക്കാത്ത സാഹചര്യങ്ങളിൽ ഏകാന്ത ജീവിതത്തിൻ്റെ വിപര്യങ്ങൾ സഹിക്കുന്നു. അദ്ദേഹത്തിന് സ്വഗൃഹത്തിൽ സന്തോഷത്തോടെ കഴിയാമായിരുന്നു. ശാന്തിക്കുള്ള തീവ്രമായ ആഗ്രഹമാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്. അതു ശരി തന്നെ. ഇപ്പോൾ വന്ന 4 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിനുണ്ടായ ഉജ്ജ്വല ദർശനം അദ്ദേഹത്തിൻ്റെ തീവ്രമായ ആത്മാർത്ഥതയെ കാണിക്കുന്നു എന്ന് ഇവിടെയുള്ളവർ പറയുന്നു. പരേതാത്മാക്കളെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയുടെ സംഗ്രഹം. ഒരു മനുഷ്യൻ എത്ര കാലത്തോളമാണോ താൻ സ്ഥൂല ശരീരമാണെന്ന് താതാത്മ്യപ്പെട്ട് അറിയുന്നത്, അത്രയും കാലത്തോളം അവൻ്റെ ചിന്തകൾ സ്ഥൂലരൂപം പ്രാപിച്ച് പ്രകടമാകുകയും അതിനെ അവൻ സത്യമെന്നറിയുകയും ചെയ്യുന്നു. കാരണം തൻ്റെ ശരീരം ഉത്ഭവിച്ചിരിക്കുന്നത് ഇതേപോലെയുള്ള മറ്റൊരു ശരീരത്തിൽ നിന്നാണെന്ന് അവൻ ഭാവിക്കുന്നത് കൊണ്ട് മറ്റ് അസ്തിത്വങ്ങളും അവൻ്റെ ശരീരം പോലെ സത്യമാണെന്ന് അവൻ കരുതുന്നു. ഒരിക്കൽ അസ്തിത്വത്തോടുകൂടി ഇവിടെ ഉണ്ടായിരുന്നതിനാൽ നിശ്ചയമായും മരണത്തെ അതിജീവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ സന്തതികൾ ഇപ്പോഴും ഇവിടെയുണ്ട്. താൻ മറ്റൊരാളിൽ നിന്നും ജനിച്ചതാണെന്ന് അവന് തോന്നുന്നു. ഈ ചുറ്റുപാടിൽ മറ്റു ലോകവും സത്യമാണ്. അതുകൊണ്ട് പരേതാത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ അവർക്ക് ഗുണം ചെയ്യുന്നു. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ആത്മാവ് മാത്രമാണ് ഏകസത്യം. അതിൽ നിന്നാണ് അഹന്ത ഉത്ഭവിച്ചിരിക്കുന്നത്.
ആ അഹന്തയിൽ പൂർവ്വ സംസ്കാരങ്ങളുടെ ബീജം ഉൾക്കൊണ്ടിട്ടുണ്ട്. ആത്മാവ് അഹന്തയ്ക്കും പൂർവ്വ സംസ്കാരങ്ങൾക്കും സ്ഥൂലേന്ദ്രിയങ്ങൾക്കും പ്രകാശം നൽകുന്നു. അപ്പോൾ പൂർവ്വ സംസ്കാരങ്ങൾ പ്രപഞ്ചരൂപത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് കാണപ്പെടുന്നു. ആത്മാവിൻ്റെ പ്രതിബിംബമായ അഹന്ത ആ പൂർവ്വ സംസ്കാരങ്ങളെ ദർശിക്കുന്നു. അഹന്ത ശരീരത്തോട് താതാത്മ്യപ്പെടുമ്പോൾ ആത്മാവിനെ കാണാതാവുന്നു. ഈ പ്രമാദത്തിൻ്റെ ഫലം ഇരുണ്ട അജ്ഞാനവും ഈ ജന്മത്തിലെ ദുരിതവുമാണ്. അഹന്ത ആത്മാവിൽ നിന്ന് ഉദിച്ച് സ്വയം മറക്കുന്നതാണ് ജനനം. അതിനാൽ വ്യക്തിയുടെ ജനനത്തിൽ ആത്മാവാകുന്ന അമ്മയെ കൊന്നു എന്ന് പറയാം. അമ്മയെ വീണ്ടും കിട്ടണം എന്ന ആഗ്രഹം വാസ്തവത്തിൽ ആത്മപ്രാപ്തിക്കുള്ള ആഗ്രഹമാണ്. അതുതന്നെയാണ് ആത്മസാക്ഷാത്കാരം അഥവാ അഹന്തയുടെ മരണം. അതാണ് അമ്മ എന്നൊന്നും ജീവിക്കുന്നതിന് വേണ്ടി സ്വയം അമ്മയ്ക്ക് ആത്മാർപ്പണം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹർഷി അപ്പോൾ യോഗവാസിഷ്ഠത്തിൻ്റെ തമിഴ് പതിപ്പിൽ നിന്നും ദീർഘതാപസിയുടെ കഥ വായിച്ചു. അയാൾക്ക് പുണ്യൻ പാപൻ എന്നു 2 പുത്രന്മാരുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷം ഇളയ മകൻ ദുഃഖിച്ചപ്പോൾ ജ്യേഷ്ഠൻ അവനെ ഇങ്ങനെ സമാധാനിപ്പിച്ചു: നീ എന്തിനാണ് നമ്മുടെ മാതാപിതാക്കളുടെ മരണത്തിൽ ദുഃഖിക്കുന്നത്? അവർ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അവർ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ തന്നെയാണവർ. ഒരു നദിയിലെ ജലം പാറകൾ, കുഴികൾ, മണൽ, ഉയർച്ച താഴ്ചകൾ എന്നിവയിലൂടെയെല്ലാം പ്രവഹിച്ചാലും ആ ജലപ്രവാഹത്തിന് മാറ്റം വരാത്തതുപോലെ ജീവൻ നിരവധി മരണങ്ങളിലൂടെയും സുഖദുഃഖങ്ങളിലൂടെയും കടന്നുപോകുന്നു. അഹന്തയാകുന്ന മരുമരീചികയിൽ കാണപ്പെടുന്ന വെള്ളത്തിൻ്റെ അലകൾ പോലെയാണ് സുഖദുഃഖങ്ങളും ജനനമരണങ്ങളും. ആത്മാവ് മാത്രമാണ് സത്യം. അതിൽ നിന്ന് അഹന്ത ഉദ്ഭവിക്കുന്നു. അത് ചിന്തകളിലൂടെ പുറത്തേക്കൊഴുകുന്നു. ആ ചിന്തകൾ പ്രപഞ്ചരൂപത്തിൽ പ്രകടമാകുന്നു. അതിൽ മാതാപിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും പ്രത്യക്ഷരാകുകയും അപ്രത്യക്ഷരാകുകയും ചെയ്യുന്നു. അവ ആത്മാവിൻ്റെ പ്രകടരൂപങ്ങളല്ലാതൊന്നുമല്ല. അപ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ ആത്മാവിന് വെളിയിലല്ല. അതിനാൽ ദുഃഖിക്കാൻ കാരണമൊന്നുമില്ല. ഇത് പഠിച്ചു മനസ്സിലാക്കി സന്തുഷ്ടനായിരിക്കുക. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ